എലിസബത്ത് ജെന്നിങ്സിൻ്റെ വൺ ഫ്ലഷ് എന്നുള്ള പോയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എലിസബത്ത് ജെന്നിങ്സ് ആരാണെന്ന് പറയാം. ഷീസ് എ വെൽ എഡ്യൂക്കേറ്റഡ് ഇംഗ്ലീഷ് വുമൺ ഹൂ വർക്ക്ഡ് ഇൻ പബ്ലിഷിംഗ് ആൻഡ് ആസ് എ ലൈബ്രറിയൻ. അപ്പോൾ എന്താണ് ഒരു ലൈബ്രറിയനായിട്ടും അതുപോലെ തന്നെ ബുക്ക് പബ്ലിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വുമണാണ് എലിസബത്ത് ജെന്നിങ്സ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു റൈറ്ററാണ്. She was born in 1926 and she died in 2002. And her poetry is more about spiritual and emotional topics. അപ്പോൾ അവരുടെ കവിതകൾ അധികവും നമുക്ക് കാണാൻ സാധിക്കുക സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പേഴ്സണൽ നേച്ചറുള്ള ടോപ്പിക്സും ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും നമുക്ക് അവരുടെ കവിതകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഷി എക്സ്പ്ലോർഡ് സഫറിങ്, റിലേഷൻഷിപ്സ് ആൻഡ് ലോൺലിനെസ് ആൻഡ് റിലീജിയസ് ഫെയ്ത്ത്. അപ്പോൾ അവരുടെ പോയത്തിൽ നമുക്ക് ആളുകളുടെ സഫറിങ്സ്, റിലേഷൻഷിപ്സിൻ്റെ ബോണ്ട്, വാല്യൂസ്, അതുപോലെ ലോൺലിനെസ്, റിലീജിയസ് ഫെയ്ത്ത്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് പറയുന്ന വൺ ഫ്ലഷ് എന്നുള്ള ഈ പോയം നമുക്ക് റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. കാരണം റിലേഷൻഷിപ്പ് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക അല്ലേ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുന്നത് ആ റിലേഷൻ്റെ ബിഗിനിങ്ങിലുള്ള പോലെ ആയിരിക്കില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം അല്ലേ, അവരെ ഏജ് ആകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് തന്നെയാണ് ഈ പോയത്തിൻ്റെ ഒരു എസെൻസ് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീം ഒന്ന് നോക്കാം. സോ ഇൻ ദിസ് പോയം എലിസബത്ത് എക്സ്പ്ലോർസ് ദ നേച്ചർ ഓഫ് എ മാരേജ് റിലേഷൻഷിപ്പ് ഇൻ ഓൾഡ് ഏജ്. അതായത് വയസ്സാം കാലത്ത് എങ്ങനെയാണ് ഒരു മാരിഡ് റിലേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി പേഴ്സണൽ ആസ് ഷീ ഈസ് ഡീലിംഗ് വിത്ത് ഹർ പാരൻസ്. അപ്പോൾ സ്വന്തം പാരൻസിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു കൺഫെഷണൽ പോയമായിട്ട് കരുതാം. ഓക്കെ, അവരുടെ പേഴ്സണൽ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫെഷണൽ പോയട്രി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പോയട്രി ആയിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ വരുന്നത്, വൺ ഫ്ലഷ് എന്ന് പറയുന്ന ടൈറ്റിൽ വരുന്നത് ബൈബിളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബിലീഫിൽ പറയാറുണ്ട്. അവർ കല്യാണ സമയത്തൊക്കെ ഒരു ഓത്ത് പോലെ പറയും. അതായത് രണ്ട് ശരീരം ഒന്നാവുന്ന ഒരു സമയമാണ് അല്ലേ, ഒരു മനസ്സും ഒരു ശരീരം ആവുന്നതാണ് കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെയാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, ദ വൺ സ്റ്റാൻഡ്സ് ഫോർ ദെയർ ഫിസിക്കൽ ആൻഡ് ദെയർ മെൻ്റൽ യൂണിറ്റി. ഓക്കെ, ഒരു മെൻ്റൽ ഫിസിക്കൽ യൂണിയനാണ് മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാരൻസിൻ്റെ എന്താണ്, ദെയർ യൂണിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ആര് ജനിക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ തൻ്റെ പാരൻസിൽ നിന്നാണ് താൻ ഉണ്ടായത്. അപ്പോൾ അവരുടെ ഇമോഷണൽ കണക്ഷൻ, ആ ഒരു വൺ സോൾ വൺ ബോഡി എന്നുള്ള ഐഡിയ എന്തായി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ എലിസബത്ത് ജെന്നിങ്സ് പോണ്ടേഴ്സ് ഹൗ ഹർ മദർ ആൻഡ് ഫാദേഴ്സ് ട്രഡീഷണൽ മാരേജ് ഹാസ് എൻഡഡ് ഇൻ സൈലൻസ് ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ, ദ സൈലൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്കറിയാം ഒരു ഏതൊരു റിലേഷൻ ആണെങ്കിലും അതിൻ്റെ ബിഗിനിങ്ങിലുള്ള പോലെ ആയിരിക്കില്ല എൻഡിങ്ങിലുണ്ടാവുക. അപ്പോൾ അത് തന്നെയാണ് ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നമ്മുടെ എലിസബത്ത് ജെന്നിങ്സിൻ്റെ പാരൻസ് പാഷനേറ്റ് ആയിരുന്നു, വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നു. ബട്ട് വയസ്സാവുമ്പോൾ അവർ ആ ഒരു വൺ ഫ്ലഷ് എന്നുള്ള ഐഡിയയിൽ നിന്ന് മാറിപ്പോയോ, അവർ ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ടായി, അതുപോലെ അവരുടെ ഇടയിൽ സൈലൻസ് ഉണ്ടായി. ഇതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. Lying apart now, each in a separate bed, he with a book, keeping the light on late. She like a girl dreaming of childhood, all men elsewhere. It is as if they wait some new event. The book he holds unread, her eyes fixed on the shadows overhead. ലൈയിങ് അപ്പാർട്ട് നൗ. അപ്പോൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈയിങ് അപ്പാർട്ട്. അവർ രണ്ട് സ്ഥലത്താണുള്ളത്, അല്ലെങ്കിൽ രണ്ട് അത് ഗ്യാപ്പാണ്, അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈച്ച് ഇൻ എ സെപ്പറേറ്റ് ബെഡ്. രണ്ടുപേരും സെപ്പറേറ്റ് ബെഡിലാണ്. വിത്ത് എ ബുക്ക്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ദ ഹസ്ബൻഡ് ഈസ് റീഡിങ് എ ബുക്ക്. അദ്ദേഹം ഒരു പുസ്തകം വായിക്കുകയാണ്. കീപ്പിംഗ് ദ ലൈറ്റ് ഓൺ ലേറ്റ്. രാത്രി ഒരുപാടായിട്ടും അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്ത് പുസ്തകം വായിച്ചിരിക്കുകയാണ്. ഷീ ലൈക്ക് എ ഗേൾ. അപ്പോൾ വൈഫ് എന്ത് ചെയ്യാണ്, ഷീ ലൈക്ക് എ ഗേൾ ഡ്രീമിങ് ഓഫ് ചൈൽഡ്ഹുഡ്. തൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആര്, വൈഫ്. അവരവിടെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഓൾ മെൻ എൽസ്വെയർ. ഓക്കെ, അപ്പോൾ മുമ്പുണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാരെക്കുറിച്ചും ഒക്കെ അവർ ഓർത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ആസ് എഫ് ദേ വെയിറ്റ് സം ന്യൂ ഇവൻറ്റ്. ഇപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പുതിയതെന്തോ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, അതായത് പാസ്റ്റ് നന്നായിരുന്നു, ഇപ്പോൾ പ്രസൻറ്റ് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് അല്ലേ. നമ്മുടെ പ്രസൻറ്റ് നല്ല ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ പാസ്റ്റ് ഓർക്കുക. അതുപോലെ അവരെന്താണ് പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദ ബുക്ക് ഹി ഹോൾഡ്സ് അൺറീഡ്. പക്ഷെ അദ്ദേഹം പുസ്തകം വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതെന്താണ് അൺറീഡാണ്. പകരം എന്താ ചെയ്യുന്നത്, അദ്ദേഹം ആ പുസ്തകം തുറന്നു വെച്ച് എവിടെയോ നോക്കിയിരിക്കുകയാണ്. ഹർ ഐസ് ഫിക്സ്ഡ് ഓൺ ഷാഡോസ് ഓവർ ഹെഡ്. അതുപോലെ അവൾ ബെഡിൽ മാറിക്കിടക്കുന്ന അവൾ, മുമ്പത്തെ എന്തോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുന്ന അവൾ എന്ത് ചെയ്യാണ്, ഷീ വാച്ചസ് ദ ഷാഡോസ്. നിഴലുകൾ നോക്കി എന്തിനോ വേറെന്തോ ആലോചിച്ച് ആ ബെഡിൽ കിടക്കുകയാണ്. അപ്പം തന്നെ നമുക്കറിയാം ദർ ഇസ് എ കംപ്ലീറ്റ് സൈലൻസ് ഇൻ ബിറ്റ്വീൻ ദ കപ്പിൾ അല്ലേ, ദ ഓൾഡ് കപ്പിൾ. ഓക്കെ, നീദർ ദം ആർ ടോക്കിംഗ്. രണ്ടുപേരും സംസാരിക്കുന്നില്ല. ദ ബുക്ക് ഈസ് അൺറെഡ് അല്ലെങ്കിൽ അൺറീഡ്. അദ്ദേഹം പുസ്തകം വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്താണ്, ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു എനിത്തിങ്. ഷീ സ്റ്റേസ് ദ ഷാഡോസ് ഓവർ ഹെഡ്. അതുപോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വൈഫ് ഷീ വാസ് ലുക്കിംഗ് അറ്റ് സംതിങ് എൽസ്. ആൻഡ് ദേ ബോത്ത് ആർ നോട്ട് ജസ്റ്റ് സ്ലീപ്പിംഗ് ഇൻ സെപ്പറേറ്റ് ബട്ട്സ് ലിവിങ് അപ്പാർട്ട്. എന്താണ്, അവർ ഒരുമിച്ച് ഒരു ബെഡിലല്ല എന്നുള്ളത് കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്, അത് കംപ്ലീറ്റ് അവർ മെൻ്റലി തന്നെ രണ്ട് സ്ഥലത്താണ് ഇല്ലെങ്കിൽ രണ്ട് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. ടോസ്ഡ് അപ്പ് ലൈക്ക് ഫ്ലോട്ട്സം ഫ്രം എ former passion, how cool they lie. They hardly ever touch, or if they do, it is like a confession of having little feeling or too much. Chastity faces them, a destination for which their whole lives were a preparation. എന്താ പറയുന്നത്, ടോസ്ഡ് അപ്പ് ലൈക്ക് എ ഫ്ലോട്ട്സ്മാൻ. ഫ്ലോട്ട്സം എന്ന് പറയുന്നത് എന്താണ്, കടലിലൊക്കെ ഷിപ്പുകളൊക്കെ റെക്കാവും അല്ലേ, ഷിപ്പ് കപ്പൽ മുങ്ങിയ അവസ്ഥ. ഓക്കെ, അതെന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവരുടെ മുമ്പിൽ എന്തുണ്ടായിരുന്നു, ദ ഫോം ഓഫ് പാഷൻ. അവർക്ക് മുമ്പുണ്ടായിരുന്ന ആഗ്രഹങ്ങളും ആ ഒരു ആ സ്നേഹവും ഒക്കെ തന്നെ എന്താണ്, ഇപ്പോൾ കപ്പൽ മുങ്ങിയ പോലെ എല്ലാം പോയിരിക്കുകയാണ്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ മുമ്പ് അവർ വളരെ പാഷനേറ്റ് ആയിരുന്നു. ദേ വർ സോ റൊമാൻറ്റിക് ആൻഡ് ദേ ഹാഡ് എ വെരി ഗുഡ് കണക്ഷൻ. നൗ ഇറ്റ്സ് ലൈക്ക് എ ഷിപ്പ് റെക്ക്. ഷിപ്പ് മുങ്ങിയ പോലെ, കപ്പൽ മുങ്ങിയ പോലെ രണ്ടുപേരും മുഖം വെറുപ്പിച്ചില്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അതാണ് ആ ഫസ്റ്റ് ലൈൻ. ഹൗ കൂൾ ദേ ലൈ. എത്ര കൂളായിട്ടാണ് അവർ ആ ബെഡിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ അവരെത്ര കൂളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ദേ ഹാർഡ്ലി എവർ ടച്ച്. അവരെന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഒന്നും തൊടുക പോലും ചെയ്യുന്നില്ല. ഓർ ഇഫ് ദേ ഡു, ഇറ്റ്സ് ലൈക്ക് എ കൺഫെഷൻ. ഇനി ആ ഓൾഡ് കപ്പിൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ പോലും അല്ലെങ്കിൽ അവരൊന്ന് സംസാരിച്ചാൽ പോലും ഇറ്റ്സ് ലൈക്ക് എ കൺഫെഷൻ. കൺഫെഷൻ എന്താണ്, കുറ്റസമ്മതം പോലെ ആണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമല്ലോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കണമല്ലോ എന്നുള്ള പാഷൻ ആയിട്ടുള്ള ഒരു പാഷനും കാണിക്കാത്ത രീതിയിലുള്ള സംസാരമായിട്ട് അത് മാറും. ഓക്കെ, ഓർ ഹാവിങ് എ ലിറ്റിൽ ഫീലിംഗ് മീൻസ് നോ ഫീലിംഗ്. അവർ സംസാരിച്ചാൽ തന്നെ സംസാരിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ്. ദേ ഹാവ് നോ ഫീലിംഗ് അറ്റ് ഓൾ ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, ആൻഡ് ഓർ ടൂ മച്ച് ആയിപ്പോവും. ചേസ്റ്റിറ്റി ഫേസസ് ദം. ചേസ്റ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബിലീഫിൽ അല്ലെങ്കിൽ വേർജിനിറ്റി, നോ സെക്ഷൽ കോണ്ടാക്ട്, പരിശുദ്ധമായിരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചേസ്റ്റിറ്റി ഫേസസ് ദം. ആ ഒരു മൈൻഡിൽ ആ ഒരു തോട്ട് അവരുടെ ഉള്ളിൽ വരുന്നു. a destination for which their whole lives were a preparation. ആ ചേസ്റ്റിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ലൈഫ് കൊണ്ടുപോകുന്നത്. മീൻസ് ദേ ആർ നോട്ട് ടച്ചിങ്, ദേ ആർ നോട്ട് ഹാവിങ് എനി കണക്ഷൻ, വിച്ച് മീൻസ് ദേ ആർ ലിവിങ് എ സെപ്പറേറ്റ് ലൈഫ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് ആ സ്റ്റാൻസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വളരെ പാഷനേറ്റ് ആയിരുന്നു, മുമ്പ് വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നു, അവർ നന്നായി സംസാരിച്ചിരുന്നു, ദെർ വർ കമ്മ്യൂണിക്കേഷൻ, ബട്ട് നൗ ഇറ്റ്സ് എ കംപ്ലീറ്റ് സൈലൻസ്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കാം? നമ്മൾ പറയാറുണ്ട് അത് ആ റിലേഷൻ്റെ ബോണ്ട് കൂടുമ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ കാണുന്നവർക്ക് എന്തായിരിക്കും, അതൊരു സെപ്പറേഷൻ പോലെ ഫീലാവും. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്, സ്ട്രേഞ്ച്ലി അപ്പാർട്ട് യെറ്റ് സ്ട്രേഞ്ച്ലി ക്ലോസ് ടുഗെദർ, സൈലൻസ് ബിറ്റ്വീൻ ദം ലൈക്ക് എ ത്രെഡ് ടു ഹോൾഡ് ആൻഡ് നോട്ട് വൈൻഡ് ഇൻ, ആൻഡ് ടൈം ഇറ്റ് സെൽഫ്സ് feather touching them gently. Do they know they are old? These two who are my father and mother, whose fire from which I came has now grown cold. Strangely apart. വിചിത്രമായ അവർ ദൂരെയാണ് അല്ലേ? അവർ കാണുമ്പോൾ അവരുടെ ആക്ഷൻസ്, പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ദേ ആർ സെപ്പറേറ്റ്, ദേ ആർ നോട്ട് ഹാവിങ് എനി കണക്ഷൻ എന്ന് നമുക്ക് തോന്നും.
യെറ്റ് എന്നിരുന്നാലും സ്ട്രേഞ്ച്ലി ക്ലോസ് ടുഗെദർ. എന്നാലും അവിടെ എന്തുണ്ട്, ഒരു ബോണ്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ബോണ്ടില്ല. നമ്മുടെ ഇപ്പോൾ പാരൻസൊക്കെ ഓൾഡ് ഏജ് ആണെങ്കിൽ അവർ സംസാരിക്കുമോ, അവർ വളരെ റൊമാൻറ്റിക് ആയിട്ടൊന്നും ആയിരിക്കില്ല സംസാരിക്കുക. അവർ ഒരു ചെറിയ മൂളൽ പോലും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് ഒരാളില്ലാണ്ട് മറ്റേ ആളില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ ആ പണ്ടുണ്ടായിരുന്ന പാഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ടാവില്ല. ഓക്കെ, പുറത്തേക്ക് ഉണ്ടാവില്ല, പക്ഷേ അത് ആ ഇന്നർ കണക്ഷൻ വിൽ ബി വെരി സ്ട്രോങ്. എന്നാണ് പറയുന്നത്, ദേ ലുക്ക് ലൈക്ക് ദേ ആർ സെപ്പറേറ്റ് ബട്ട് ദർ ഈസ് എ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദം വിച്ച് ക്ലോസസ് ദം ടുഗെദർ. ഓക്കെ, സൈലൻസ് ബിറ്റ്വീൻ ദം ലൈക്ക് എ ത്രെഡ്. എന്താണ് അവരുടെ ഇടയിലുള്ള നിശബ്ദത എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ത്രെഡ്, ഒരു നൂല് പോലെയാണ്. എന്ത് ഹോൾഡ് ചെയ്യുന്ന, ഹോൾഡ് ആൻഡ് നോട്ട് വൈൻഡിങ്. എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് കറങ്ങി ഇങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു അവരുടെ കണക്ഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടൈം ഇറ്റ് സെൽഫ് ഇസ് എ ഫെദർ ടച്ചിങ് ദം ജെൻലി. അവരുടെ ഇടയിലുള്ള സമയം പോലും എന്താണ് അവരെ touching them gently. It's a metaphor. Gradually unnoticed effects of time are compared to touch of a feather. Okay, and they know they are old. എൻ്റെ പോയിട്ട് ചോദിക്കുകയാണ്, അവർക്കറിയാമോ അവർ വയസ്സായി എന്നുള്ളത്. ദീസ് ഹൂ ടു ആർ മൈ ഫാദർ ആൻഡ് മദർ. എന്നിട്ട് ലാസ്റ്റാണ് പോയിട്ട് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാരൻസിനെ കുറിച്ചാണ്. മൈ ഫാദർ ആൻഡ് മദർ ഹൂസ് ഫയർ ഫ്രം വിച്ച് ഐ കെയിം. അവരുടെ ഉള്ളിലെ തീയിൽ നിന്നുമാണ്, ഇല്ലെങ്കിൽ അവർ വൺ ഫ്ലഷ് ആയപ്പോഴാണ് ഞാൻ എന്ന വ്യക്തി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ദെയർ പാഷൻ, ഔട്ട് ഓഫ് ദെയർ ലവ് ഐ കെയിം ഔട്ട്. ബട്ട് നൗ മൈ പാരൻസ് ആർ കോൾഡ് ആൻഡ് ഐ ഫീൽ മൈസെൽഫ് ആസ് കോൾഡ്. ഇപ്പം ഞാനും എന്താണ് അവരെ പോലെ കോൾഡായി, ഹാസ് നൗ ഗ്രോൺ കോൾഡ്. സോ ദ ഇമേജ് ഓഫ് ഫയർ ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് കോൾഡ്നെസ് അല്ലേ. അപ്പോൾ അവരുടെ ഉള്ളിലെ തീ ഇപ്പോൾ കോൾഡായി എന്ന് പറയുമ്പോൾ ദ പോയം കമ്പയർസ് ലവ് ഇൻ യൂത്ത് ടു സെപ്പറേഷൻ ഇൻ ഓൾഡ് ഏജ്. അതായത് ആ ഫയർ അവരുടെ ആ ലവാണ്, പണ്ടത്തെ ലവാണെങ്കിൽ കോൾഡ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ആ സൈലൻസ് ആണ്, ആ സെപ്പറേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും പാഷനായിട്ടിരുന്ന ആ പാരൻസിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഞാൻ വന്നത്. നൗ ഐ ഫീൽ കോൾഡ് എന്ന് പറഞ്ഞാൽ ഞാനും എന്താണ് ഇമോഷണലി അങ്ങനെ സൈലൻ്റ് ആയിരിക്കുകയാണ് എന്ന് പോയിട്ട് പറയാണ്. ഓക്കെ, ഇതാണ് പോയം. വളരെ സിമ്പിളാണ്, ഇറ്റ്സ് വെരി മീനിങ് ഫുൾ അല്ലേ. സ്ട്രേഞ്ച്ലി അപ്പാർട്ട് ബട്ട് ക്ലോസ് ടുഗെദർ. ഓക്കെ, സോ ദ റൈമിങ് സ്കീം എന്ന് പറയുന്നത് A ആണ്. അതുപോലെ ഇതിലൊരു റെപ്പറ്റേറ്റീവ് ഫീൽ നമുക്ക് തരുന്നുണ്ട് ഈ പോയം. അതുപോലെ സ്റ്റാൻസ 3 അത് A B ആയിട്ട് മാറുന്നുണ്ട്. സോ ദിസ് ഈസ് വേർ ദ പോയറ്റ് റിവീൽസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ഹെർസെൽഫ് ആൻഡ് ദ ഓൾഡ് കപ്പിൾ. ലാസ്റ്റ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ആരാണ് ആരെക്കുറിച്ചാണ് പറയുന്നത്, ആരാണ് സ്പീക്കർ എന്നുള്ളതും. ഓക്കെ, സോ ദ സൗണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പോയം നമുക്ക് വായിക്കുമ്പോൾ ഒരു ഡിപ്രസിങ് ഫീൽ കിട്ടുമെങ്കിലും ദ കപ്പിൾ ആർ അൺഹാപ്പി ആണെന്ന് പറഞ്ഞാലും ദർ ഇസ് എ ലവ് ഇൻ ബിറ്റ്വീൻ ദം. ഓക്കെ, സോ ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.